ഇസ്രാഇന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തീ കൊണ്ടുള്ള തടിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിൽ ഒരു വിഭാഗം ആളുകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹഉല, ഓ ജിബ്രീലെ, ഇവർ ആരാണ്? ഇങ്ങനെ എന്തിനാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൽ ആഖൂന ലിവാലിദൈഹിം, അവർ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവരാണ് എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തത്. അതാണ് മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക്, വിഷമിപ്പിച്ചവർക്കുള്ള ശിക്ഷ എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുമല്ല, അതിനേക്കാൾ അതികഠിനമായ ശിക്ഷകൾ വേറെയുമുണ്ട്. ദുനിയാവിൽ വെച്ച് തന്നെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവർ അനുഭവിച്ചിട്ടല്ലാതെ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് പോവുകയില്ല, തീർച്ചയാണ്. അപ്പോ മാതാപിതാക്കളോട് മക്കൾക്ക് കുറച്ച് കടമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 കടമകൾ ദുറത്തുൻ നസാഹിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള 10 കടമകളിൽ നിന്ന് ഒന്നാമത്തത് അത്വാഉ നിഹ്താജ്, അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കൽ മക്കളുടെ പേരിൽ കടമയാണ്. രണ്ടാമതായി എണ്ണിയത് അൽ ഖിദ്മത്തു നിഹ്താജ്, ആവശ്യമുള്ള സമയത്ത് അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം, ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അവർക്ക് എന്താണോ ആവശ്യം അത് നാം നിറവേറ്റി കൊടുക്കണം, അത് മക്കളുടെ മേൽ കടമയാണ്. വൽ ഇജാബത്തു ഇൻ ദാ, അവര് വിളിച്ചാൽ ഉടനെ ഉത്തരം നൽകണം, അത് മക്കളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കടമയാണ്. ചില ഉമ്മമാരും ബാപ്പമാരും വിളിച്ചാൽ, മക്കളെ എത്ര വിളിച്ചാലും അവര് വിളി കേൾക്കൂല. പിന്നെയും കുറെ പ്രാവശ്യം വിളിച്ചാൽ ഒന്ന് വിളി കേൾക്കും, അതും ദേഷ്യത്തോടെ എന്തേന്ന് ചോദിക്കും. പക്ഷേ എന്നിരുന്നാൽ അവരുടെ അടുത്തേക്ക് പോകുവാനോ, വിളിച്ചാൽ എന്തേന്ന് വിളി കേട്ട് അവരുടെ അടുക്കൽ പോകാനോ അവർ തയ്യാറാകൂല. ചില ആ കുട്ടികളെ കണ്ടാൽ നമ്മൾ കാണല്ലോ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. മാതാപിതാക്കൾ വിളിച്ചാൽ ഉടനെ ഉത്തരം ചെയ്യണം. എന്തേന്ന് ചോദിച്ച് അവരുടെ അടുക്കൽ പോകണം. എന്നിട്ട് ചോദിക്കണം, എന്താണ് ആവശ്യം, എന്താണ് വാപ്പ എന്ന് ആവശ്യം അവരോട് ചോദിക്കണം. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. നാലാമത്തത് അൽ ഇത്വാഅതു ഇൻ അമറ ഗൈറ മഅസിയത്തിൻ, അവരെന്തെങ്കിലും കൽപ്പിച്ചാൽ ആ കൽപ്പനകൾക്ക് വിധേയപ്പെടണം, അനുസരിക്കണം. തെറ്റുകളല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രം. തെറ്റുകൾ കൊണ്ട് അവർ കൽപ്പിച്ചാൽ അത് നിറവേറ്റേണ്ടതില്ല. തെറ്റുകളല്ലാത്ത കൽപ്പനകൾക്ക് നാം വിധേയപ്പെടണം എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അഞ്ചാമത്തത് വതകല്ലമു മഅഹു ബില്ലീൻ ദൂനൽ ഖില്ല, അവരോട് ദേഷ്യമില്ലാതെ മയത്തോടെ സംസാരിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ, അവരോട് ദേഷ്യപ്പെടുന്ന രൂപത്തിൽ, ഗൗരവത്തിൽ അവരോട് സംസാരിക്കാൻ പാടില്ല. മയത്തോടുകൂടി വേണം അവരോട് സംസാരിക്കാൻ. ഇനിഹ്താജ ഇലൽ കിസ്വതി കസാഹു ഇൻ ഖദ്റ അലൈഹാ, അവർക്ക് വസ്ത്രം ആവശ്യമുണ്ടാകുമ്പോ നാം വസ്ത്രം വാങ്ങിക്കൊടുക്കണം. നമുക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് വസ്ത്രം ആവശ്യമാകുന്ന സമയത്ത് നാം അവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഏഴാമത്തത് അൽ മശിയു ഖൽഫഹ്, അവരെ പിന്നിലായിട്ട് വേണം നടക്കാൻ. അവരെ മുമ്പിലൂടെ നാം നടക്കാൻ പാടില്ല. വാപ്പേന്റെയും ഉമ്മന്റെയും കൂടെ പോകുമ്പോ അവരെ മുമ്പിൽ തുള്ളിച്ചാടി അവരോട് നേരെ തോളോട് തോള് ചേർന്നിട്ട് പോകാൻ പാടില്ല. അവരെ പിന്നിലായിട്ട് വേണം നടക്കാൻ. അതാണ് മര്യാദ, അവരോടുള്ള അദബ്. പണ്ട് എൻ്റെ വാപ്പാന്റെ കൂടെ എൻ്റെ ചെറുപ്പത്തിൽ, ചെറിയ കുട്ടിയാകുന്ന സമയത്ത്, 1, 2, 3 പഠിക്കുന്ന സമയത്ത് എൻ്റെ വാപ്പാന്റെ കൂടെ ഞാൻ മഗ്‌രിബിന് പള്ളിയിൽ പോകും. മഗ്‌രിബിന് വാപ്പ പള്ളിയിൽ പോകുന്ന സമയത്ത് വാപ്പാന്റെ കൂടെ ഞാൻ പള്ളിയിൽ പോകും. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് വാപ്പാനോട് ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കും. വാപ്പാന്റെ കയ്യും പിടിച്ചിട്ടാണല്ലോ നടക്കുക. അപ്പൊ അറിയാതെ വാപ്പാന്റെ മുഖത്ത് നോക്കാൻ വേണ്ടി വാപ്പാന്റെ മുമ്പിൽ കയറിയിട്ടാണ് വാപ്പാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കും. അപ്പൊ വാപ്പ ചിരിച്ചുകൊണ്ട് ബാക്കിൽ നടക്കണം. അപ്പോ എൻ്റെ അപ്പ എന്നോട് പറയും, ബാക്കില് അഥവാ ഒരു ബാപ്പയേക്കാൾ ഉപ്പയേക്കാൾ ഒരു കാരണവശാലും മുൻപന്തിയിലാകാൻ പാടില്ല, മുമ്പിൽ നടക്കാൻ പാടില്ല, ഒപ്പം നടക്കാൻ പാടില്ല, അത് അദബ് കേടാണ്. അപ്പൊ ഒരു കാരണവശാലും മുമ്പിലേക്ക് ചാടാൻ പാടില്ല എന്ന് വാപ്പ എന്നെ അന്ന് പഠിപ്പിക്കുമായിരുന്നു. അന്ന് വാപ്പ എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു, പറഞ്ഞു തരുമായിരുന്നു. അതാണ് അദബ്. ഒരു കാരണവശാലും വാപ്പയുടെ മുമ്പിൽ നടക്കാൻ പാടില്ല, മാതാപിതാക്കളുടെ മുമ്പിൽ നടക്കാൻ പാടില്ല എന്ന്
വാപ്പ തന്നെ ഓരോ കാര്യങ്ങൾ നിസ്കരിച്ച് വരുമ്പോ, രാത്രി ഇശാക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, വീട്ടിലേക്ക് വരുമ്പോ, നടന്നു വരുമ്പോ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. എട്ടാമത്തത് വൽ ഇർവാഉ ലഹു ബിമാ റദിയ ലിനഫ്സിഹി, സ്വശരീരത്തിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് അവരെയും തൃപ്തിപ്പെടുത്തൽ. അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അവരെ ഇഷ്ടപ്പെടുത്തണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മ ഒരു ഡ്രസ്സ് എടുക്കുകയാണ്, അവർക്ക് പച്ച ലോക്കലും നമുക്ക് മുന്തിയതും അതല്ല. നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കും എന്താക്കണം, നമ്മളെ മനസ്സിലും തൃപ്തിപ്പെടണം. അവർക്ക് ഇത് ഇഷ്ടമാകും, അല്ലാതെ ഓർക്ക് താന്നത് മതി നമുക്ക് കുറച്ചത്, അങ്ങനല്ല. നേരെ മറിച്ച് അവരെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവർക്ക് തൃപ്തിയാകും, നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് തൃപ്തിയാകണം, റാഹത്ത് തോന്നണം. ഇതാണ് ശരി, ഇതാണ് വേണ്ടത്, എന്റെ വാപ്പ കുറച്ചുപാട് റാഹത്തുള്ളതട്ടെ എന്ന് ചിന്തിച്ച് അതേ ലെവലിൽ നമുക്കും തൃപ്തിയാകുന്ന, നമ്മുടെ സ്വയ ശരീരത്തിന്, ഹൃദയത്തിന് തൃപ്തിയാകുന്ന രൂപത്തിൽ വേണം അവർക്കും നാം വാങ്ങിക്കൊടുക്കാൻ, അവരെയും തൃപ്തിപ്പെടുത്താൻ. ഒൻപതാമത്തത് വല്ലിക്റാഹു ലഹു ബിമാ യക്റഹു ലിനഫ്സിഹി, സ്വശരീരത്തിന് വെറുക്കുന്നത് അവർക്കും നാം വെറുക്കണം. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർക്കും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. നമ്മളെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുക്കുന്ന കാര്യങ്ങൾ എന്താകാൻ പാടില്ല, അവരെ മേലെ അടിച്ചേൽപ്പിക്കാനും പാടില്ല, അവർക്ക് കൊടുക്കാനും പാടില്ല. അവരെ നാം എന്താക്കണം, രാജാവിനെ പോലെ, പൊന്നുപോലെ നാം സംരക്ഷിക്കണം. പത്താമത്തത് അദ്ദുആഉ ലഹു ബിൽ മഗ്ഫിറ കുല്ലമാ ദഅ ലിനഫ്സിഹി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാം സ്വന്തത്തിന് പ്രാർത്ഥിക്കുമല്ലോ, ആ സമയത്തൊക്കെ അവർക്കും വേണ്ടി, അവരെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചിരിക്കണം. അത് മക്കളെ മേൽ നിർബന്ധമാക്കപ്പെട്ട കടമകളാണ് ഇപ്പൊ നമ്മൾ എണ്ണിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള കടമകൾ വീട്ടുന്ന കോലത്തിൽ ജീവിക്കുവാനും ആ രൂപത്തിൽ ജീവിതം നയിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് വിശദമായിട്ട് മാതാപിതാക്കളോടുള്ള കടമകളും അവരെ സ്നേഹിക്കേണ്ടതും അവരെ ബഹുമാനിക്കേണ്ടതും അവരെ സ്നേഹിച്ചാൽ എത്രത്തോളം ഉന്നത ദറജയിലെത്തുമെന്നും മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട രൂപവും കോലവും അത് എത്രത്തോളം ഉണ്ടെന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് വിശദമായിട്ട് തന്നെ ഇന്ന് രാത്രി 13/6/2025 വെള്ളി അഥവാ ഇന്ന് രാത്രി 7:30 ഇൻഷാ അള്ളാഹ് ലൈവായിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ ഉമ്മാക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സ്വലാത്ത് ഹൽക്കയും ഇന്ന് രാത്രി ലൈവിൽ നടക്കുന്നുണ്ടല്ലോ. അതിന് മുന്നോടിയായിട്ട് മാതാപിതാക്കളോടുള്ള കടമകളും അവർക്ക് ഖിദ്മത്ത് ചെയ്താലുള്ള ഗുണങ്ങളും എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നും മുത്തുനബിയുടെ ഹദീസിലും പരിശുദ്ധ ഖുർആനിലൂടെയുമായി നമുക്ക് കണ്ണോടിച്ച് ഇൻഷാ അള്ളാഹ് വിശദമായൊരു ചർച്ച ഇന്ന് രാത്രി 7:30 നമ്മൾ ലൈവിലായിട്ട് നമുക്ക് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. കഴിയുന്നവരൊക്കെ ആ ലൈവിൽ പങ്കെടുക്കുക. അല്ലാഹു എല്ലാ നിലക്കും ഖൈറിന്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.